കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് അതിഥി മന്ദിരം പണിയാനൊരുങ്ങി അംബാനി കുടുംബം. ഞായറാഴ്ച ക്ഷേത്ര ദർശനത്തിന് എത്തിയ അനന്ത് അംബാനിയോട് ഭാരവാഹികൾ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചപ്പോഴാണ് ചെയ്യാം എന്ന മറുപടി ലഭിച്ചിരിക്കുന്നത്. റിലയൻസിന്റെ സാങ്കേതിക വിദഗ്ധർ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ കൊല്ലൂരിലേക്ക് എത്തും. ഒട്ടേറെ മലയാളി ഭക്തരെത്തുന്ന കൊല്ലൂരിൽ ലളിതാംബിക, ജഗദംബിക ഇങ്ങനെ 2 അതിഥി മന്ദിരങ്ങളാണ് ക്ഷേത്രം വകയായുള്ളത്. ഇതിന് 2 വർഷങ്ങളുടെ പഴക്കമാണുള്ളത്. പുതിയ മന്ദിരം വന്നാൽ അത് ആയിരക്കണക്കിന് ഭക്തർക്ക് ഉപകാരപ്പെടും. ഞായറാഴ്ച വൈകിട്ട് 5-ന് മംഗളൂരു വിമാനത്താവളത്തിലെത്തിയ അനന്ത് അംബാനി റോഡ് മാർഗം രാത്രി 7:45-ഓടെയാണ് ക്ഷേത്രത്തിൽ എത്തിയത്. മുഖ്യതന്ത്രി ഡോക്ടർ രാമചന്ദ്ര അടികയും ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ PV അഭിലാഷ്, സുരേന്ദ്ര ഷെട്ടി എന്നിവരും ക്ഷേത്രം ഭാരവാഹികളും പുഷ്പഹാരം അണിയിച്ച് സ്വീകരിച്ചു. ദീപാരാധന സമയത്ത് അരമണിക്കൂറോളം ക്ഷേത്രത്തിൽ ചിലവഴിച്ച അനന്ത് അംബാനി രാത്രി 8:15-ഓടെയാണ് തിരിച്ചുപോയത്. തളിപ്പറമ്പ് മുകേഷ് അംബാനിയുടെ മകനും റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ അനന്ത് അംബാനി രാജരാജേശ്വര ക്ഷേത്ര ദർശനം നടത്തിയപ്പോൾ ക്ഷേത്രത്തിന്റെ നവീകരണത്തിന് നൽകിയത് 12 കോടി രൂപയാണ്. അത് ഈ അടുത്ത കാലത്തായിരുന്നു. അനന്ത് ക്ഷേത്ര ദർശനം നടത്തിയെന്ന് 3 കോടി രൂപയുടെ ചെക്ക് സംഭാവന നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് ക്ഷേത്ര ഗോപുരത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് 12 കോടി രൂപയുടെ പദ്ധതി TTK ദേവസ്വം അധികൃതർ അനന്ത് അംബാനിയെ അറിയിക്കുകയായിരുന്നു. തിരികെ മുംബൈയിലെത്തിയ അനന്ത് പണം നൽകാനുള്ള തീരുമാനം അറിയിക്കുകയായിരുന്നു. കേരളത്തിലെ ഒരു ക്ഷേത്രത്തിന് ആദ്യം നൽകിയ 3 കോടിക്ക് പുറമെ 12 കോടി കൂടിയാണ് അംബാനി കുടുംബം നൽകിയത്. അനന്ത് അംബാനി ഇക്കഴിഞ്ഞ ഏപ്രിൽ 7-ന് ഗുരുവായൂർ ക്ഷേത്രവും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവും സന്ദർശിച്ചിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിന് 6 കോടി രൂപയും രാജരാജേശ്വര ക്ഷേത്രത്തിന് 12 കോടി രൂപയുമാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തത്. രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ സമഗ്ര നവീകരണത്തിനായാണ് 12 കോടി നൽകും എന്ന് പ്രഖ്യാപിച്ചത്. കൂടാതെ ഗുരുവായൂരിലെ ആനകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി അധിക പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകിയിരുന്നു. ഇതിനു പുറമെ തലശ്ശേരി തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം, തൃശൂർ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം, തിരൂർ തൃപ്പങ്ങോട് ശിവക്ഷേത്രം, തിരൂർ തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം, ഗുരുവായൂരിനടുത്തുള്ള അരിയന്നൂർ ഹരികനിക ക്ഷേത്രം, മലപ്പുറം വള്ളിക്കുന്നിലെ നിറം കൈതക്കോട്ട് ഭഗവതി ക്ഷേത്രം, പരപ്പനങ്ങാടി നെടുപ്പറമ്പ് ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രങ്ങളുടെ നവീകരണത്തിനും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുമായി 4.55 കോടി രൂപ അധികമായും നൽകി. ജ്യോതിഷി പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കരുടെ ശുപാർശ പ്രകാരമാണത്രേ ഈ സംഭാവനകൾ നൽകിയത്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഗോപുരമുണ്ട്. ഈ ഗോപുരത്തിന്റെ നവീകരണത്തിനും ഹെലിപാഡോട് കൂടിയ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യം നിർമ്മിക്കുന്നതിനുമുള്ള വിശദമായ പദ്ധതി റിപ്പോർട്ട് അനന്ത് അംബാനി അംഗീകരിച്ചു. ഇതിന്റെ ആദ്യ ഗഡുവായാണ് 3 കോടി രൂപ അനുവദിച്ചത്. പുരാവസ്തു വകുപ്പിന്റെ ദേവസ്വം ബോർഡിന്റെ അനുമതി ഇതിന് ലഭിച്ചു. ജോലി ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തിരുവങ്ങാട് ക്ഷേത്രത്തിന് അനന്ത് അംബാനി നൽകിയ 60 ലക്ഷം രൂപ ഉപയോഗിച്ച് ശ്രീകോവിലിന്റെ മേൽക്കൂര ചെമ്പ് ഷീറ്റുകൾ പാകി നവീകരിക്കുമെന്നാണ് ക്ഷേത്രം അധികാരികൾ അറിയിച്ചിട്ടുള്ളത്. പുരാതന വേദപണ്ഡിത സദസ്സായ കടവല്ലൂർ അന്യോന്യത്തിന് പ്രസിദ്ധമായ കടവല്ലൂർ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന്റെയും വിളക്കുമാടത്തിന്റെയും നവീകരണത്തിനായി 70 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. കാണിപ്പയ്യൂർ നാരായണ നമ്പൂതിരിപ്പാടുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് പദ്ധതികൾക്ക് അന്തിമരൂപം നൽകിയത്. ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ തകർക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്ന തൃപ്രങ്ങോട് ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ ഗോപുരം, കൂത്തമ്പലം, വിളക്കുമാടം എന്നിവയുടെ പുനർനിർമ്മാണത്തിന് 4 കോടി രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയിരുന്നത്. ഇതിൽ 1 കോടി രൂപ അനന്ത് അംബാനി നൽകിയിരുന്നു എന്നാണ് വിവരങ്ങൾ ലഭിച്ചിരുന്നത്. 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് 60 ലക്ഷം രൂപയും അരിയന്നൂർ ക്ഷേത്രത്തിലെ കുളം നവീകരിക്കുന്നതിന് 50 ലക്ഷം രൂപയും നൽകി. വള്ളിക്കുന്ന് നിറം കൈതക്കോട്ട് ക്ഷേത്രത്തിൽ ശ്രീകോവിൽ നവീകരിക്കുന്നതിനും പൈതൃക കൊത്തുപണികൾ സംരക്ഷിക്കുന്നതിനുമായി 75 ലക്ഷം രൂപയാണ് വിനിയോഗിക്കുക. പരപ്പനങ്ങാടി നെടുമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡലകാല അന്നദാനത്തിന് 40 ലക്ഷം രൂപയും അദ്ദേഹം നൽകി. എന്തായാലും കേരളത്തിലെ ക്ഷേത്രങ്ങളോട് ഒരു പ്രത്യേക സ്നേഹം തന്നെയാണ് അംബാനി കുടുംബത്തിന്. അതുകൊണ്ടാണ് അംബാനി കുടുംബം ഈ കാലയളവിൽ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഇതുപോലെ കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് ഇങ്ങനെ കൈയയച്ച് സംഭാവന നൽകിയത്. എന്തായാലും ആ ഒരു ഐശ്വര്യം, ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ആ ഒരു തീരുമാനം, അത് അംബാനി കുടുംബത്തിന് നൽകുന്ന ഐശ്വര്യവും കുറച്ചൊന്നുമല്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.